ഇന്ത്യയോട് കളിക്കാൻ ഞങ്ങളില്ല. നിലപാടിൽ ഉറച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. വരാനിരിക്കുന്ന ICC T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ ഗ്രൂപ്പ് ഘട്ട മത്സരം പാകിസ്ഥാൻ കളിക്കില്ലെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ ഫെഡറൽ ക്യാബിനറ്റിനെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ വ്യക്തമായ നിലപാട് വ്യക്തമാക്കിയത്. ഫെബ്രുവരി 15 ഞായറാഴ്ച കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നിശ്ചയിച്ചിരുന്നത്. പാകിസ്ഥാൻ കളിക്കാതിരുന്നാൽ മത്സരത്തിലൂടെ ഇന്ത്യക്ക് 2 പോയിന്റ് ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട് പാക് പ്രധാനമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം കളിക്കില്ലെന്ന കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. കായിക രംഗത്ത് രാഷ്ട്രീയം കലർത്തരുത് എന്നതാണ് തങ്ങളുടെ നയം. വളരെ ശ്രദ്ധാപൂർവം ആലോചിച്ചെടുത്ത ഉചിതമായ തീരുമാനമാണിത്. ബംഗ്ലാദേശിലെ ലോകകപ്പിൽ നിന്നും മാറ്റി പകരം സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തിയ ICC തീരുമാനമാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചത്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നു. മുസ്തഫീസുർ റഹ്മാനെ IPL നിന്ന് വിട്ടയക്കാൻ BCCI നിർദ്ദേശിച്ചതും ബംഗ്ലാദേശിന്റെ പിന്മാറ്റത്തിന് കാരണമായി. ICCയുടെ ഈ നിലപാട് നീതിയുക്തമല്ലെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മൊഹസിൻ നഖ്വി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത്. പാകിസ്ഥാന്റെ തീരുമാനത്തിൽ ICC വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു ആഗോള ടൂർണമെന്റിൽ ചില ടീമുകൾക്കെതിരെ മാത്രം കളിക്കില്ലെന്ന തീരുമാനം കായിക രംഗത്തെ തുല്യതയ്ക്കും മത്സര മൂല്യങ്ങൾക്കും നിരക്കാത്തതാണെന്ന് ICC പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിച്ചാൽ പാകിസ്ഥാൻ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ICCയിൽ നിന്നുള്ള റവന്യൂ വിഹിതത്തിൽ വലിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശ ലീഗുകളിൽ കളിക്കാൻ പാക് താരങ്ങൾക്ക് നൽകുന്ന NOC നിയന്ത്രിക്കപ്പെടും. ലോകകപ്പിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ ഇന്ത്യ പാക് മത്സരം മുടങ്ങുന്നത് സംരക്ഷണാവകാശമുള്ള കമ്പനികളിൽ നിന്നും നിയമ നടപടികൾ ക്ഷണിച്ചു വരുത്തും. ഭാവിയിൽ വലിയ ടൂർണമെന്റുകൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശവും പാകിസ്ഥാന് നഷ്ടമായേക്കാം. അതേസമയം T20 ലോകകപ്പിൽ പാകിസ്ഥാൻ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ 2025 ഏഷ്യ കപ്പ് പരാജയത്തെക്കുറിച്ചും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും കളിക്കാർ തമ്മിൽ കൈ കൊടുത്തിട്ടില്ലെന്നും PCB മേധാവി മൊഹസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യൻ ടീം വിസമ്മതിച്ചതോടെ ഏഷ്യൻ ടൂർണമെന്റ് അവസാനിപ്പിച്ചതിനെ കുറിച്ചും പറഞ്ഞു. ഇതിന്റെ പശ്ചാത്തലം നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ കളിക്കാരുടെ കൈ കൊടുക്കാൻ ഇന്ത്യൻ കളിക്കാർ വിസമ്മതിച്ചതിലും പിന്നീട് അവരുടെ ട്രോഫി അദ്ദേഹത്തിൽ നിന്നും വാങ്ങാൻ വിസമ്മതിച്ചതിലും PCB ചെയർമാൻ സന്തുഷ്ടനാണെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ ശരിക്കും മുഴുവൻ ചരിത്രവും നോക്കേണ്ടതുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ലതല്ല, ഇത് സങ്കടകരമാണ്. കാരണം ഞങ്ങൾ എല്ലായ്പ്പോഴും BCCIയുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചിരുന്നു. അവരുടെ മനോഭാവങ്ങൾ ഗണ്യമായി മാറിയിരിക്കുന്നുവെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല T20 ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം അംഗീകരിക്കാത്തതിനും സ്കോട്ട്ലൻഡിലേക്ക് കൊണ്ടുവരാനുള്ള വാതിൽ ICCയെ മുൻ PCBയും ICC മേധാവിയും വിമർശിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.